തൃശൂർ വടക്കാഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതെ സ്വകാര്യ ബസ് കണ്ടക്ടർ. ബസ്സിൽ കയറാൻ കണ്ടക്ടറോട് കൈകൂപ്പി വിദ്യാർത്ഥി നിന്നു എന്ന വാർത്ത കൂടി പുറത്തുവന്നു. വിരലിലെണ്ണാവുന്ന കുട്ടികൾ കയറിയപ്പോഴേക്കും മറ്റു കുട്ടികളെ ബസ് കണ്ടക്ടർ തടയുകയായിരുന്നു. തന്നെ കയറ്റാതിരുന്ന ബസ് കണ്ടക്ടറോട് ദേഷ്യമൊന്നുമില്ലെന്നും ബസ് ജീവനക്കാർക്കെതിരെ നടപടി എടുക്കരുതെന്നും വിദ്യാർത്ഥി 24നോട് പറഞ്ഞു. ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഒരു സങ്കടകരമായ കാഴ്ച. ബസ്സിൽ കയറാൻ വരി നിന്ന് 2 കുട്ടികളെ മാത്രം കയറ്റി അതിനുശേഷം ബസ് കണ്ടക്ടർ തടയുമ്പോൾ കൈകൂപ്പുന്ന ഒരു വിദ്യാർത്ഥിയുടെ കാഴ്ച നമ്മളെല്ലാവരും കണ്ടു. അത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആ വിദ്യാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. സയാൻ എന്നല്ലേ പേര് പറഞ്ഞു? സയാൻ എന്നാണ് പേര്. എവിടെ നാട് എവിടെയാണ്? ഒന്നാമലാണ്. എന്താ മോനെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് SSLC ആണ്. ഞങ്ങൾക്ക് രാവിലെയും ഈവനിങ്ങും സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ 5 മണിക്കാണ് വിടാറ്. അപ്പോൾ 5 മണിക്ക് വിട്ട് 5:05 ആ ബസ് അവിടുന്ന് വടക്കാഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ മുന്നേ ആ ബസ്സിൽ തന്നെയാണ് പോയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം പോകുമ്പോൾ ആൾ അനുവദിച്ചില്ല. പോരാത്തതിന് സീറ്റ് ഉണ്ടായിരുന്നു എന്നാൽ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ST കാശായ എല്ലാവർക്കും കുറച്ച് വേർതിരിവ്. ഇതിനു മുൻപ് ഇങ്ങനെ കയറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് കയറ്റാതിരിക്കുന്ന സാഹചര്യം ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇടയ്ക്ക് കൈകൂപ്പി പറഞ്ഞവരോട് കൈകൂപ്പി പറഞ്ഞെന്താ വെച്ചാൽ സീറ്റ് ഇരിക്കണില്ല അകത്ത്. അപ്പോൾ കയറ്റിക്കോടെ ഞങ്ങൾ നിന്നിട്ടാണ് പോകണം. ആൾ ചോദിച്ചു ഇരിക്കണോ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് നിന്ന് പോയാൽ മതി, ST കാശല്ലേ, ഇരിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പിന്നെ ബസ്സിനെതിരെ കർശനമായ നടപടി എടുക്കേണ്ട ആവശ്യമില്ല. ബസ്സിനെതിരെ നടപടി എടുക്കേണ്ടതാണ് നിങ്ങൾ? അതെ. ആൾക്കും ബസ് ഓണറിനും കണ്ടക്ടറിനും ആളുടെ കുടുംബത്തെ അവനൊന്നും ബാധിക്കേണ്ട, കർശനമായ നടപടി എടുക്കേണ്ട. അതാണ് ആ കുട്ടിക്ക് പറയാനുള്ളത്. ഇത് ആ ബസ്സിന്റെ കണ്ടക്ടർ ഒന്ന് കേൾക്കണം കേട്ടോ. കാരണം ആ കുട്ടി അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾ പറഞ്ഞത് ആ ബസ്സുകാർക്കെതിരെ നടപടി എടുക്കണ്ട, ഇതിങ്ങനെ കണ്ടല്ലോ അത് മതി, ഇനിയെങ്കിലും ആർക്കും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് പകർത്തിയ നമ്മുടെ ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടൻ്റെ പേരെന്താ പറഞ്ഞത്? സനീഷ് ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനല്ലേ? എങ്ങനെ ഈ ദൃശ്യങ്ങൾ എടുത്തതാണ്. പക്ഷേ എന്നിരുന്നാലും കേരളം മുഴുവൻ ഏറ്റെടുത്തു എന്നുള്ളത് ഒരു വികാരമാണ്. കാരണം കുട്ടികൾക്ക് എല്ലാവർക്കും, നമ്മളെ സംബന്ധിച്ച് കുട്ടികൾ പറഞ്ഞല്ലോ, അവർ വളരെ നിഷ്കളങ്കമായാണ് സംസാരിക്കുന്നത്. ഇത് അധികാരികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ അടിയന്തരമായി ഇടപെട്ടു എന്നുള്ളത് വലിയ ഒരു പ്രശംസാർഹമാണ്. നടപടിയൊന്നും വേണ്ടെന്ന കുട്ടികൾ നടപടിയൊന്നും വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. നടപടി എടുക്കാതെ താക്കീതായി മാത്രം എടുക്കണം. അതാണ് അവർക്ക് പറയാനുള്ളത്. എന്തായാലും പ്രധാനമായും പറയേണ്ടത് ഈ കുട്ടികൾ ആരും തന്നെ നടപടി ഒന്നും എടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതൊരു വലിയ മനസ്സാണ്. ആ ബസ് കണ്ടക്ടർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷയും അത് തന്നെയായിരിക്കും. കുട്ടികളുടെ ഒരു അത് തന്നെയാണ്. മണികണ്ഠനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. കാലം എത്ര കഴിഞ്ഞാലും മാറ്റില്ലാത്തൊരു കാര്യമാണ്. എത്ര വർഷങ്ങളായി, എത്ര ദശാബ്ദങ്ങളായി തുടരുന്നതാണ് ഈ കുട്ടികളെ ബസ്സിൽ കയറ്റാതെയുള്ള ചില ബസ് ജീവനക്കാരുടെയൊക്കെ നിലപാടുകൾ. എന്തായാലും ഇപ്പോൾ ആ കുട്ടി കാണിച്ചത് മറ്റൊരു മാതൃകയാണ്. ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.